NABH 6th edition, AAC 13. ആദ്യത്തെ ചാപ്റ്ററിലെ 13 സ്റ്റാൻഡേർഡ്സിലെ 13ാമത്തെ സ്റ്റാൻഡേർഡ്, ലാസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതോടുകൂടി ആദ്യത്തെ പേഷ്യൻ്റ് സെൻട്രിക് 5 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ 13 സ്റ്റാൻഡേർഡിലായിട്ട് 87 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബാക്കി 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു AAC 13 നമുക്ക് 5 ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. 5ഉം കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. എക്സലൻസോ അച്ചീവ്മെൻറ്റോ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആൻഡ് അക്രഡിറ്റേഷന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്, മെഷർമെൻറ്റ്സ് തന്നെയാണ്. ഇത് പല ഹോസ്പിറ്റലും കൃത്യമായി പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കിയിരിക്കുക, ആ അവയർനെസ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഈ ഡിസ്കഷൻ്റെ ഒരു ഉദ്ദേശം. നമ്മൾ ഗ്രേപ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഈ കാര്യങ്ങൾ കൃത്യമായും വർഷങ്ങളായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഗ്രേപ്സ് ഇത് ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 13ാമത്തെ സ്റ്റാൻഡേർഡ് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഡിഫൈൻസ് ദ കണ്ടന്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറി എന്നാണ്. ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഡിസ്ചാർജ് സമ്മറി നമ്മൾ കൊടുത്തിരിക്കണം. കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്ചാർജ് സമ്മറിയുടെ സ്റ്റാൻഡേർഡിൽ തന്നെ കണ്ടതാണ്. ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഉണ്ടായിരിക്കേണ്ട, സ്ട്രക്ചർ എന്താണ് എന്നത് നമ്മുടെ ഹോസ്പിറ്റൽ തീരുമാനിച്ചിരിക്കണം. ടൈം ഓഫ് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണം. അതിൻ്റെ കണ്ടന്റ് ഇന്നതായിരിക്കണമെന്ന് ഹോസ്പിറ്റൽ, നമ്മുടെ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. വരുന്നതും പോകുന്നതും ഡോക്ടർമാരല്ല അത് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനൊരു കണ്ടന്റ് സ്ട്രക്ചർ ഉണ്ടാവണം. ഡിസ്ചാർജ് സമ്മറി അതിനകത്ത് തന്നെ ഫോളോ അപ്പിനെ കുറിച്ചുള്ള വിശദീകരണവും മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും മറ്റ് കാര്യങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും കൃത്യമായും മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അടുത്ത 5 ദിവസത്തേക്ക് ഡോളോ 650 TID എന്നെഴുതുന്നതിന് പകരം 1-1-1 എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ അത് അണ്ടർസ്റ്റാൻഡബിൾ മാനറാണ്. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ നോളജ് ഉള്ള ഒരാൾ TID എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡബിൾ മാനറിൽ അതിൽ ഫോളോ അപ്പിനെ കുറിച്ചും മെഡിക്കേഷനെ കുറിച്ചും ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവണം ഡിസ്ചാർജ് സമ്മറിയിൽ. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു എമർജൻസി ഉണ്ടായാൽ, ഒരു അർജൻറ്റ് കെയർ ആവശ്യം വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അർജൻറ്റ് കെയർ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ആ ഡിസ്ചാർജ് സമ്മറിയിൽ തന്നെ. സോ അതുപോലെ നമുക്ക് പേഷ്യൻസിൻ്റെ ഒരു ഡെത്ത് സമ്മറി കൊടുക്കുന്ന സാഹചര്യത്തിൽ കോസ് ഓഫ് ഡെത്ത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയാണ് നമ്മൾ ഈ ഒരു 13ാമത്തെ സ്റ്റാൻഡേർഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടന്റ് സ്ട്രക്ചർ ഉണ്ടാവണം. ഒരു ഡിഫൈൻ ആയിട്ട് കണ്ടന്റ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ച് വിശദമായി നോക്കാം.